പെൺകുട്ടികൾ രണ്ടുപേരും വരാൻ പറ്റാത്ത ഒരു ഇതുകൊണ്ടാണ് അവരെത്തിപ്പെടാത്തത്. അവരുടെ ലീവും കാര്യങ്ങളുമായിട്ട്. പിന്നെ ചേച്ചിമാർ വന്നിട്ടുണ്ട്. പിന്നെ ആങ്ങളെ വിനോദ് അവൻ എത്തിയിട്ടില്ല, വരുമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അവൻ്റെ കുടുംബം മോന് വയ്യാത്തത് കൊണ്ട് ആളുകൾക്ക് പുതിയ കൊച്ചുകുട്ടികൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. ബാക്കി എല്ലാവർക്കും ഒരുവിധം എല്ലാം അറിയാം. പേര് അരുൺ ദേവ് എന്നാണ്. നമ്മുടെ ഈ കുടുംബ ശൃംഖലയിൽ മുത്തച്ഛൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ 4ാം എന്ന കുടുംബം, അതേപോലെ തന്നെ നാരായണി എന്ന് പറയുന്ന മുത്തശ്ശിയുടെ സഹോദരനായിട്ടുള്ള പത്മനാഭൻ എന്ന് പറയുന്ന അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും അങ്ങനെ 5ഓളം ഇവിടെയുള്ള എൻ്റെ എൻ്റെ പെങ്ങളുണ്ട് വിജയ, അശോകൻ, എല്ലാവരും അപ്പച്ചി, ഓനപ്പച്ചിയിലുള്ളത് ഒരേ മക്കള് എല്ലാവരും. നമസ്കാരം. ഞാൻ ശ്രീ സുരേന്ദ്രബാബുവിൻ്റെയും ലളിതയുടെയും മൂത്ത മകനാണ്. എനിക്കൊരു അനിയനാണ്. അനിയൻ എത്തിയിട്ടില്ല. പിന്നെ എൻ്റെ ഭാര്യ ഷിംജിത. ഇപ്പൊ 2 മക്കളെ നിങ്ങളെ പരിചയപ്പെട്ടല്ലോ. ഷിംജിത വരും. അനിയൻ ഇവിടെ എത്തിയിട്ടില്ല. അനിയന്റെ ഭാര്യ ഇത് അയന. എന്റെ അനിയന്റെ മൂത്ത മകൻ. അനിയന്റെ 2ാമത്തെ മകൾ. ഇതാണ് ഒരാളെ മറന്നുപോയി. ഇതെന്റെ മൂത്ത മോൾ തീർത്ത. ഇതാണ് നമ്മുടെ കുടുംബം. അച്ഛൻ്റെ അവർക്ക് മാത്രമേ ഉള്ളൂ. ഈ സ്ഥലത്തിനോട് എനിക്ക് അപ്പം നിങ്ങൾക്ക് അറിയാലോ. 27 വർഷം ജീവിച്ചൊരു സ്ഥലമായിരുന്നു. അതിൻ്റെ ഒരു അറ്റാച്ച്മെന്റ് എപ്പോഴും ഇവിടെ ഉണ്ട്. അവരുടെ പെങ്ങൾ നാരായണി മുത്തശ്ശിയുടെയും 2 വഴി വന്നതാണ്. ഒന്ന് എൻ്റെ വല്യച്ഛനായ പത്മനാഭൻ മേശയുടെ മകളാണ് ലളിത. ലളിതയുടെ മകനാണ്. അല്ലാതെ അച്ഛൻ്റെ ഒരു ബന്ധമുണ്ട്. ശ്രീ നാരായണി വല്യമ്മയുടെ മകളുടെ മകനാണ് എൻ്റെ അച്ഛന് ശ്രീ സുരേന്ദ്രബാബു. അവർ കയ്യടികൾ കുറയ്ക്കണ്ടോ? വിളികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറവാണെങ്കിലും സ്നേഹബന്ധത്തിനൊരു കുറവുമില്ല. ഓരോരുത്തരോ തിരക്കുകളും ജീവിക്കാനുള്ള നട്ടോട്ടത്തിന്റെ ഇടയിൽ ഓരോരുത്തരെയും വിളിക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഞാൻ എൻ്റെ അപ്പച്ചീന്റെ ഭർത്താവിനെ അങ്ങോട്ട് ക്ഷണിക്കുന്നു. ഇനി അവരുടെ മകൻ ഇവിടെ ഇല്ല. അവരുടെ പ്രദീപിന്റെ എൻ്റെ അനിയന്റെ ഭാര്യയും മോളുമാണത്. പിന്നെ എൻ്റെ അമ്മയുടെ മൂത്ത ജ്യേഷ്ഠനാണ് ശ്രീ രവി. മൂപ്പരെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു. വല്യമ്മനെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഇവിടെ
അമ്മയുടെ രണ്ടാമത്തെ ആങ്ങളെയാണ്. ഹലോ ഇനി സത്യമാമന്റെ ഭാര്യയാണ് എൻ്റെ അമ്മായി. പിന്നെ ശ്രീ രവിമാമന്റെ മക്കളെ ഓരോരുത്തരെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് വിജയ, അവരുടെ ഭർത്താവ് അശോകേട്ടൻ, മക്കള് മോള് അച്ഛന്റെ പെങ്ങള് ശാന്തകുമാരി ഒരാളുടെ ഒരിപ്പില്ല. അവരുടെ മകൻ റജീഷിനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. റീനേച്ചിയായിരുന്നു. റീനേച്ചി ഇങ്ങോട്ട് വരുന്നു. ഇപ്പൊ എന്താ പരിപാടി? അപ്പോഴത്തേക്ക് ഓരോരുത്തരും തീർന്നു പോരെ? അങ്ങോട്ട് കളിക്ക്, ഇങ്ങോട്ട് കളിക്ക്, ഇങ്ങോട്ടുണ്ടാ. വട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ എല്ലാവരും വട്ടത്തിൽ നിൽക്കോ? പിന്നെ ഈ എന്താ പറയുക സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിലും അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കാര്യങ്ങളാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഓക്കെ, എൻ്റെ പേര് അഭിനവ്, 10ാം ക്ലാസ്സിലെ പഠിക്കുന്നത്. നിർമ്മല സ്കൂളിൽ. അച്ഛൻ്റെ പേര് അനിൽ, അമ്മേൻ്റെ പേര് എഴുതുക. അച്ഛൻ ചാശ്ശേരി പണി, അമ്മ സ്മാർട്ട് ബസാറിൽ. ഹോബി ഫുട്ബോൾ കളിക്കുക, NCC അതായത് പരിപാടിയും ഭക്ഷണം നന്നായിരുന്നു. ഇങ്ങനെ ഇനിയും വേണം.
മഴ പെയ്തൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ പ്രസംഗിക്കാൻ എനിക്ക് വരുന്നതിന് അറിയില്ല. പിന്നെ സ്ത്രീകളുടെ ഭാഗത്തുനിന്നും വന്ന് സംസാരിക്കണമെന്ന് പറയുന്നു. അടുത്തതായി സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് സംസാരിക്കാൻ നമ്മൾ അനിതമോളെ ക്ഷണിച്ചുകൊണ്ട് എന്റെ സംസാരം നിർത്തുന്നു. ഞാൻ പാവാ. നല്ല പരിപാടിയായിരുന്നു. ഇങ്ങനത്തെ പരിപാടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു. നല്ലൊരു കൈയ്യടി കൊടുക്കും. കൈയ്യടി കൊടുക്കാം.
പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇവിടെ എത്തിയിട്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രവീൺ രണ്ടാളും കൂടെ പ്രവീണും പപ്പണ്ണനും കൂടെ വിലാസിലെത്തിയ ആദരിക്കുകയാണ്. പ്രവീണ പ്രവീണ നല്ലൊരു കയ്യടി കൊടുക്കണം. ഓക്കെ പ്രവീണ. ഒരു ഫോട്ടോ സെക്ഷനൊക്കെ ചെയ്ത് എന്നിട്ടാണ് നമ്മൾ നാളെ പിരിയുക. അപ്പോൾ ഇന്ന് തന്നെ ആരും പോകരുത്. നമ്മളിവിടെ ഉള്ള സ്ഥലത്തുനിന്ന് എല്ലാവരും കൂടെ നമുക്ക് ഇതേപോലുള്ള പരിപാടി ഇപ്രാവശ്യത്തെ പരിപാടി പെട്ടെന്നുള്ളൊരു കൂടുതൽ സമയമൊന്നും കിട്ടിയിട്ടില്ല. ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാൻ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഡിസംബറിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ജനുവരിയിലെല്ലാം ഒരു പരിപാടി മനോഹരമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യണം. അതുകൊണ്ട് എല്ലാവരും തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ്. എല്ലാവരും വളരെ ബഹുമാനത്തോടെയും വളരെ എപ്പോഴും കാരണവന്മാരെ നമ്മൾ ബഹുമാനിക്കണം. അവരെ ബഹുമാനിച്ചുകൊണ്ടുള്ള आपका मुनाफा बढ़ता ही रहेगा लेन देन क्लब के साथ. बस डाउनलोड करो और लैंड करो. ഓക്കെ. ആദ്യം തന്നെ ഇങ്ങനൊരു പരിപാടി സംഘാടക സമിതിക്ക് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ ടൂറൊക്കെ നടക്കട്ടെ. നന്ദി. അറിയില്ല, എന്നാലും ഈ പരിപാടി നല്ല പരിപാടിയായിരുന്നു. ഇന്നലെ രാത്രിയൊക്കെ നല്ല രസമായിരുന്നു. 3 മണി വരെ ഇരുന്നെങ്കിലും അത്രയും നേരം നല്ല രസത്തോടെയായിരുന്നു എല്ലാവരും ഇരുന്നത്. എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, അവിടെ ഞാൻ പോവാണ്. ബൈക്ക് പറയും ബൈക്കില് ഞാൻ കുറച്ച് നേരം വൈകിയാണ് വന്നത്. പക്ഷെ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ അമ്മ അച്ഛൻ അങ്കിള് വെല്ലുമിച്ചി എല്ലാവരും തരില്ല. ഒരിക്കൽ കൂടി ഇവിടെ ഇങ്ങനെ ഒത്തുകൂടാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷം. പക്ഷെ അടുത്ത പ്രാവശ്യം ഇങ്ങനെ തന്നെ വരണമെന്നാണ് എനിക്ക് തോന്നിയത്. ആദ്യം ഞാൻ അരുണോട് പറയണമെന്ന് വിചാരിച്ചിരുന്നു, അടുത്ത പ്രാവശ്യം നമുക്ക് വേറെ എവിടെയെങ്കിലും ആക്കാം. പക്ഷെ എന്തോ ഇവിടെ വന്നപ്പോ ഈ ഒരു മാവും നമ്മുടെ അടുക്കള ഇതില് അവിടെ നിന്ന് ഒരു ഓട്ടം വന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനൊരു പരിപാടി ഇത്രയും നല്ലതാണ്. സർക്കാരിന് മുന്നിട്ട് നിന്ന് അരുണും കുഞ്ഞാക്കും രതീഷിനും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. ഒരാൾ ഇത്രയും നല്ല എല്ലാവർക്കും അറിയാം. ഇത്രയും നല്ലോണം മുന്നിട്ട് നടത്തിയത് എല്ലാവർക്കും ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് അരുണാണ് ഒരു എന്താ പറയാ, അവനെക്കാട്ട് മുതിർന്ന ആൾക്കാരുണ്ടെങ്കിലും അവനാണ് എല്ലാ പരിപാടികളും ഞാൻ എപ്പം നോക്കിയിട്ടുണ്ടെങ്കിലും അവനാണ് എല്ലാ പരിപാടിയും മുന്നിട്ട് നിന്നിട്ട് ചെയ്യുന്നതും എങ്ങനെ ചെയ്യാനും ഒക്കെ അവനറിയാം. അതിന് അവൻ്റെ അച്ഛൻ എങ്ങനെയായിരുന്നു, ഞങ്ങള് എൻ്റെ അച്ഛൻ എവിടെയും വിടൂലായിരുന്നു. പക്ഷെ സാധാരണ ഉള്ളപ്പോഴാണ് സിനിമയ്ക്ക് പോവുകയാണെങ്കിലും ഒരു ഉത്സവത്തിന് പോകണമെങ്കിലും ഒക്കെ ഞങ്ങൾ പോയിട്ടുള്ളത് അവൻ്റെ അച്ഛൻ്റെ കൂടെയാണ്. ഇപ്പോഴും അതേ ഒരു ഫീലാണ് അവനെ കാണുമ്പോൾ. ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയത്
ഞാൻ